വർഷത്തെ NMMS പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 2024 ഈ വർഷത്തെ NMMS പരീക്ഷയുടെ റിസൾട്ട് എന്നാണ് അറിയുക, ഏതാണ് വെബ്സൈറ്റ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മളിടുന്ന വീഡിയോസിന് താഴെയായിട്ട് കമൻറ്റുകളായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലും ചോദിക്കുന്നതാണ്. അപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾക്കുള്ളൊരു സംശയമാണ് എന്നാണ് റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ നടന്നിട്ടുള്ള NMMSൻ്റെ എക്സാം ഡേറ്റും അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് ഡേറ്റും ഒന്ന് നോക്കാം. 2023 NMMSൻ്റെ പരീക്ഷ നടന്നിട്ടുള്ളത് ഡിസംബർ 11-നാണ്. ഡിസംബർ 11-നായിരുന്നു എക്സാം നടന്നിട്ടുള്ളത്. 2024 ഏപ്രിൽ മാസം 29-നായിരുന്നു റിസൾട്ട് വന്നത്. അപ്പോൾ 2023 എക്സാം നടന്ന 2023 ഡിസംബർ 11-ാം തീയതി, റിസൾട്ട് വന്നത് ഏപ്രിൽ മാസം 29-ാം തീയതിയുമാണ്. അതുപോലെ തന്നെ 2022 ഡിസംബർ 17-നായിരുന്നു. 2022 ഡിസംബർ 17-നായിരുന്നു എക്സാം നടന്നത്. 2023 മെയ് മാസം 9-ാം തീയതിയായിരുന്നു അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ 4-5 മാസത്തെ അല്ലെങ്കിൽ 3-4 മാസത്തെ ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. ഈ വർഷത്തെ നമുക്കറിയാമല്ലോ, ഈ വർഷത്തെ ഡിസംബർ 9-നായിരുന്നു എക്സാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആനുവൽ എക്സാമൊക്കെ കഴിഞ്ഞ് മാർച്ചിലെ എക്സാമൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോട്, ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോട് കൂടിയാണ് റിസൾട്ട് അറിയാം. അപ്പോൾ ഈ റിസൾട്ട് എവിടെ നിന്നാണ് നമുക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ സ്ഥിരമായിട്ട് അറിയിപ്പുകളും അതുപോലെ തന്നെ എക്സാം റിസൾട്ട് എന്നുള്ള ലിങ്കുകളുണ്ട്. ആ വഴി കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ NMMSൻ്റെ പുതിയതായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ nmmc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ റിസൾട്ട് വന്നാൽ ഇതുപോലൊരു ലിങ്ക് അവൈലബിൾ ആവും. അതിൽ നമ്മുടെ റോൾ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ നമ്മുടെ റിസൾട്ട് നമുക്ക് ലഭിക്കും. ഇത് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ലിങ്കുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും അങ്ങനെയാണ് റിസൾട്ട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ആനുവൽ എക്സാമിന് ശേഷമാണ് റിസൾട്ട് നമുക്ക് പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ തുടരെ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ nmmc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ NMMSുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അതിലറിയാൻ പറ്റും. അതിലാണ് നമ്മുടെ ആൻസർ കീകൾ, പ്രൊവിഷണൽ ആൻസർ കീ ആദ്യം വരും, പിന്നീട് ഫൈനൽ ആൻസർ കീ വരും. ഇതൊക്കെ നമുക്ക് NMMSൻ്റെ വെബ്സൈറ്റിൽ nmmc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ അറിയാൻ കഴിയും. അതുപോലെ തന്നെ റിസൾട്ടിനുള്ള അറിയിപ്പുകളൊക്കെ പരീക്ഷാഭവൻ്റെ സൈറ്റിലും റിസൾട്ട് വന്നാൽ NMMSൻ്റെ സൈറ്റിലും നിങ്ങൾക്ക് റിസൾട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് വരാൻ ഏകദേശം 3-4 മാസത്തെ സമയമുണ്ട്. സേഫ് സോൺ ആയിട്ടുള്ള ആൾക്കാരുകൾ, അതായത് നമുക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കമൻസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾ ഓവർ ദി കേരളയുടെ റേഞ്ചുകൾ നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റുഡൻസിൻ്റെ റേഞ്ചുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സേഫ് സോൺ ആണെങ്കിൽ ആ കാര്യത്തിനെക്കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട. റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ റിസൾട്ട് ഉണ്ടായിരിക്കും. ദെൻ കിട്ടാത്തവർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്ത ഏരിയയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ റിസൾട്ട് അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ റേഞ്ചുകളൊക്കെ ആയിട്ടുള്ള ഒരു ആക്ച്വൽ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9562654789 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ മെസ്സേജ് അയക്കാം. ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ മെസ്സേജുകൾക്കൊക്കെ പൂർണ്ണമായിട്ടും റിപ്ലൈ ചെയ്യുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഓക്കെ, താങ്ക് യു.